ചേട്ടാ ഞാൻ അങ്ങോട്ട് തരാം, എന്നെ കൊണ്ട് പാടിപ്പിക്കുന്നത്. ആൾക്കാർ തല്ലിക്കൊല്ലും, എന്നെ മാത്രല്ല ചേട്ടൻ. റൈഡറെ പിക്ക് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇവിടെയാണ് പിക്കപ്പ് ലൊക്കേഷൻ കാണിക്കുന്നത്. കാണുന്നില്ലല്ലോ ആഷ്ലി. ആഷ്ലി എന്നാണ് പേര്. ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. അപ്പൊ നമുക്കൊരു കോണ്ടന്റ് ചെയ്യുന്നതോട് മാഡത്തിന്റെ അഭിപ്രായം എന്താ? ഷൈ കുഴപ്പമില്ല, പാട്ട് പാടാൻ അറിയില്ല. അയ്യോ പാട്ട് കേൾക്കാം, കേട്ടിട്ടെന്താ കാര്യം? അത്രയും മറ്റേ അറിയാവുന്ന നാല് വരി ഏത് ലാംഗ്വേജ് ആയാലും ശരിയില്ല. അതാണ് ടാസ്ക്. ഞാൻ ഒരു ഗിഫ്റ്റ് പോലെ, ഒരു ഗിവ് അവേ പോലെ ഒരു 100 rupees തരും 4 വരി പാടിക്കഴിഞ്ഞു. ചേട്ടാ ഞാൻ അങ്ങോട്ട് തരാം, എന്നെ കൊണ്ട് പാടിപ്പിക്കുന്നത്. ആൾക്കാർ തല്ലിക്കൊല്ലും, എന്നെ മാത്രല്ല ചേട്ടൻ. ഫ്രണ്ടിലിരിക്കാവോ? കുറച്ചുകൂടെ ഭയങ്കര പ്രസന്റീവാണ് മാഡം. ഫ്രണ്ടിലിരിക്കുന്നോട് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പാട്ടൊന്നും പാടും, ജസ്റ്റ് ട്രൈ ചെയ്തു. അയ്യോ വേണ്ട, നോക്കാം, എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്തോ. അത്ര വലിയ രീതിയിലുള്ള ഒന്നുമല്ല. പാട്ട് പാടുന്ന കഴിവുള്ള ആൾക്കാർ പാടുന്ന പോലെ അല്ലല്ലോ. ഞാൻ ഇത്ര സംസാരിക്കുന്നത് ശരിയാ? സത്യത്തിൽ എന്താ അറിയാം, നമുക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? നമുക്ക് ഇവിടുന്ന് ഇയാളുടെ ലൊക്കേഷനിലെത്താൻ 11 കിലോമീറ്റർ കൊണ്ട് 40 മിനിറ്റും ഉണ്ട്. ഹെവി കോണ്ടന്റ് ഉണ്ടാക്കാം. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ചെറിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു 4 പേര് പാടുക. അതില് ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താന്ന് വെച്ചാ, ഞാൻ ഹെഡ്ഫോണിൽ ഒരു പാട്ട് വെച്ചു. ആ പാട്ട് വേറെ ബീറ്റ് ആയിരിക്കും. എന്നിട്ട് ആ 4 വരി ഒന്ന് പാടിയാൽ മതി. ഞാൻ 100 rupees തരും. വെറുതെ ഒരു കോമ്പറ്റീഷൻ പോലെ. കോളേജ് അതേപോലെ നമ്മളെ ചെറുപ്പം മുതലേ കോമ്പറ്റീഷൻ അങ്ങനെ ചെയ്ത് ശീലമായതല്ലേ. അതെ, ഞാനത് എത്ര പേർ തോറ്റുപോയതാ. ഞാനും ശബ്ദം ശരിക്കും കൊള്ളത്തില്ല. ആരെ ഡിസൈഡ് ചെയ്യുന്നത്? അത് ഓഡിയൻസ് ഡിസൈഡ് ചെയ്യട്ടെ. അയ്യോ എനിക്ക് ചെറിയ ഫോളോവേഴ്സേ ഉള്ളൂ, വലിയ ഹെവി ലെവലിലൊന്നും ഞാൻ ആയിട്ടില്ല. ആഷ്ലിയുടെ ഒരു വീഡിയോ ഇട്ടിട്ട് ഞാനൊരു ഭയങ്കര വലിയ ലെവലിലാവുകയാണെങ്കിൽ അതാവട്ടെ. അയ്യോ ചേട്ടാ ഞാൻ പാടിയ അവസ്ഥയിലാവും ഉദ്ദേശിച്ച്. ട്രൈ ചെയ്ത് നോക്ക്. ഏത് പാട്ടാ പാടുന്നത്? അതാണ് അത് നിങ്ങൾക്ക് വിട്ടാ നോക്ക്. ഏത് പാട്ട് ചൂസ് ചെയ്യാം. 4 വരി പാടിക്കഴിഞ്ഞാൽ 100 rupees എന്റെ കയ്യിലുള്ള 100 rupees ഇപ്പൊ തരും. ചേട്ടൻ നമ്മൾ ഫൺ ട്രിപ്പിന് വേണ്ടി ചെയ്യാം. 100 രൂപ വേണ്ട, കുഴപ്പമില്ല. ആയിക്കോട്ടെ, പൈസ ഇല്ലെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. നല്ലൊരു ടാസ്ക് പോലെ ചെയ്യാലോ. അങ്ങനെ വിന്ന് ചെയ്തെന്ന് ഒരു സാധനം ഉണ്ടാവാലോ. ഓക്കെ, പക്ഷെ പാട്ട് ഞാൻ വെച്ചിരുട്ടോ. ഹെഡ്ഫോണില് വേറെ പാട്ട് ഞാൻ വെച്ചു. വേറെ പാട്ട്, പക്ഷെ എനിക്ക് അറിയാവുന്ന പാട്ട് ഞാൻ പാടണം. ഓക്കെ, കരളെ പാടാം. എന്റെ ദൈവം എന്താവോ ഈശോയെ, ഇത് വേറെ വെറൈറ്റീസ് ആണ്. ശരി, ദൈവത്തെ ഓർത്ത് കൊല്ലരുതാരും. സോറി, എന്റെ മലയാളം അത്രയും ഇതല്ല കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് മലയാളം അറിയാത്ത അപ്പൊ ഞാനൊരു ഇതിലൊരു പാട്ട് വെക്കാം. അപ്പൊ ആ മാഡം പാടാൻ ഉദ്ദേശിക്കുന്ന പാട്ട് ഏതായിരുന്നു? ആഷ്ലി പാടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പാട്ട് വെക്കാം, എന്നിട്ട് ആ പാട്ട് 4 പേര് പാടണം. ഓക്കെ, സ്റ്റാർട്ട്. ഓക്കെ, ഈ സാധനം പാട്ട് വന്നോ? അത് വന്നു. ഒരു മിനിറ്റ്, ഞാനൊന്ന് സൗണ്ട് കൂട്ടിയേക്കാം. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. കരളേ എന്നോടൊന്ന് ചിരിക്കൂ, കിളിയേ
രാസക്കിളിയെ വെറുതെ നിന്നു കിണങ്ങാതെ ഞാനില്ല നിന്നോട് കൂടാൻ ഞാനില്ല നിൻ വിളി കേൾക്കാൻ അങ്ങനെ നീ കളമ്പാതടി കുറുമ്പി എന്റെ സ്നേഹിതയാണോ നീ ഹെഡ്ഫോണിൽ പാടി പാട്ട് ഏതായിരുന്നു അറിയാമോ? ഇല്ല, അത് വേറെ ഏതൊരു പാട്ടായിരുന്നു, DJ പാട്ടായിരുന്നു. പക്ഷെ നല്ല പാട്ട്. ആ പാട്ട് ചെയ്താ അത് മിക്സ് ആണ്, DJ മിക്സ് ആണ്. അടിപൊളി. അപ്പൊ സമ്മ സൂപ്പർ ആയിട്ടുണ്ട്, കിടലനായിട്ട് പാടി. പാടാൻ അറിയില്ലെന്ന് ഓഡിയൻസ് പറയട്ടെ, പാടാൻ അറിയില്ലേ? കമന്റിലൂടെ പറയട്ടെ. വീട് എവിടെയാ? കാക്കനാടാണ്. അതെ, കാക്കനാട്, പ്രോപ്പർ കാക്കനാട്. പക്ഷെ ലാംഗ്വേജിന് എന്താണ്? എനിക്ക് എന്റെ ഫാമിലി ഞങ്ങള് തിരുവല്ല സൈഡാണ്. ഇവിടെ കാക്കനാട് എന്റെ ജോലി ഇവിടെ അല്ല ഡോക്ടർ ആയതേ ഉള്ളൂ, പുതിയ ആയതേ ഉള്ളൂ, കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇല്ല ഇവിടുത്തെ ലൈസൻസ് ഞാൻ വെളിയില്ല പഠിച്ച, ഇവിടെ വന്ന് ആണ് സ്ലോട്ട് കിട്ടിയാണ്. ഞാൻ 2017 കിട്ടിയതാണ്. പക്ഷെ അപ്പോഴാണ് മോദി നീറ്റൊക്കെ കൊണ്ടുവന്നത്. സോ ഐ ഹാഡ് നോ ചോയ്സ്. എനിക്ക് സമയം കളയണ്ടായിരുന്നു. കഷ്ടപ്പെട്ട് പഠിച്ച ആർക്കായിരുന്നു നേടാൻ പറ്റും? ഉറപ്പായിട്ട് നേടാം. എനിക്ക് ഇവിടെ ആ സമയത്ത് എനിക്ക് പുറത്ത് ട്രാവലിങ്ങും എനിക്ക് എന്താ പറയുന്നത് ഡോക്ടറിന് പഠിക്കാനൊരു അംബിഷനും ഉണ്ടായിരുന്നു. ഓൾസോ ഐ വോണ്ട് ടു ലീവ് ഇന്ത്യ. എനിക്ക് ഞാൻ ആക്ച്വലി ജനിച്ച് വളർന്ന എല്ലാം ദുബായിലാണ്. അപ്പൊ ഇടയ്ക്ക് ഇന്ത്യയിൽ ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞാൽ ഐ വാസ് നോട്ട് ഹാപ്പി. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഇപ്പം തിരിച്ച് എനിക്കൊരു ഓപ്ഷൻ ആക്ച്വലി കിട്ടി. ഒരു യുനോ ഒരു എന്താ ജോർജിയയിൽ പഠിക്കാൻ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഇവിടെയാണ് പോകുന്ന പൈസ. നിങ്ങൾ ചിന്തിക്കുന്ന വെളിനാട്ടിൽ പോകുന്ന പിള്ളേർക്ക് ഭയങ്കര പൈസയും ഭയങ്കര ഇതാണ്. ബട്ട് നോ, ഐ ഫീൽ അത് വേണം. പക്ഷെ ഇവിടെ കൊടുക്കുന്നതിനേക്കാൾ നല്ല പകുതിയാണ് ഞാൻ എക്സ്പെൻസ് ഇല്ല, അത് ശരിയാണ്. പക്ഷെ പഠിത്ത കാര്യത്തിന്റെ എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോ അവിടെ പകുതിയാണ് നമുക്ക്. ആൻഡ് വി ഹാവ് ദ സെയിം തിയറി നോളജ്. പ്രാക്ടിക്കൽ പക്ഷെ കുറവാണ്. കിട്ടും പക്ഷെ കുറവാണ്. അവർ സേഫ് ആയിട്ടാണ്. ആക്ച്വലി ഐ വാസ് അബൌട്ട് ടു ആസ്ക് യു, ചാനൽ ഏതാന്ന് ആയിട്ടില്ല, സെറ്റ് ആയി വരണുള്ളൂ. അങ്ങനെയല്ലേ തുടങ്ങുന്നേ? യൂട്യൂബ് ചാനലല്ല, ഇൻസ്റ്റയാണോ? ഇൻസ്റ്റാ കുറച്ചുകൂടെ ഫെയിം ആയിട്ട് വരുന്നത്. DJ ആണോ? കണ്ടിട്ട് തോന്നില്ല. തോന്നുന്നുണ്ട്, ഇപ്പം തോന്നുന്നുണ്ട്. ആ ഒരു തോട്ടോടെ നോക്കുമ്പോ ഓക്കെയാണ്. ഇതാണോ സ്പേസ് വേണ്ട, ഒരു ബ്ലൂ എഴുതിയ അല്ല. ഇതാ DJ സാക്ക് ഒന്നുമില്ല. സ്പെല്ല് എന്തായിരുന്നു? THEDJSEK ആണോ? ഇതാ ഞാനാണ് ആദ്യത്തെ അല്ല കോൺസ്റ്റന്റ് ആയിട്ട് തുടങ്ങാൻ പോകുന്നത് ഇവിടെ നിന്നാണ്. നല്ലൊരു തുടക്കാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഞാൻ കമന്റ് ചെയ്യുന്നതായിരിക്കും. കമന്റ് ചെയ്യുക, എല്ലാരോടും കമന്റ് ചെയ്യാനും എല്ലാരും കമന്റ് ചെയ്യും പ്ലീസ്. ഫോളോ ചെയ്യും. രക്ഷപ്പെട്ടു പോകട്ടെ. രക്ഷപ്പെട്ടു പോകണമെന്നല്ല, ഫണ്ണായില്ലേ? അതെ, ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഫണ്ണായിട്ട് തോന്നിയ ഫണ്ണാണ് ആക്ച്വലി. യൂഷ്വലി ഇയർഫോൺസ് ഇട്ടിട്ട് ഞാൻ മൂലയ്ക്ക് ഒരു പാട്ടും കേട്ട് ഇരിക്കുന്നതായിരിക്കും. But then, okay, this was fun. Okay. I'm proud of